അഖിലേന്ത്യാ പണിമുടക്ക് രണ്ടാം ദിവസവും ജില്ലയിൽ പൂർണ്ണം. കെഎസ്ആർടിസി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. കടകമ്പോളങ്ങൾ ഭാഗികമായി തുറന്നു പ്രവർത്തിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന പണിമുടക്ക് ഏകദേശം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടത്തിയ പണിമുടക്ക് വയനാട് ജില്ലയിൽ പൂർണ്ണമാണെന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസം കടകമ്പോളങ്ങൾ പലതും തുറന്നിരുന്നു. പക്ഷേ സമരാനുകൂലികൾ ഈ കടകൾ അടപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും എന്നാൽ ഇന്ന് പല താലൂക്കുകളിലും കുറഞ്ഞ കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഇന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. സുൽത്താൻ ബത്തേരിയിൽ വളരെ കുറച്ച് കടകൾ മാത്രമാണ് തുറന്നത്. അതുപോലെ തന്നെ മാനന്തവാടിയിലും കൽപ്പറ്റയിലും. മാനന്തവാടിയിൽ ഇന്നും സമരാനുകൂലികൾ കട അടപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നിരവധി സ്വകാര്യ വാഹനങ്ങൾ ടൗണിൽ ഇറങ്ങിയിരുന്നു. പക്ഷേ ഇന്ന് വാഹനങ്ങൾ വളരെ കുറവാണ്. ജനങ്ങളും ടൗണിൽ ഇറങ്ങുന്നത് വളരെ കുറവാണ്. അതുപോലെ ചരക്ക് വാഹനങ്ങൾ നിരവധിയായി ഇപ്പോഴും ഈ സമയത്തും സുൽത്താൻ ബത്തേരിയിലെല്ലാം തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് സമയത്തിന് ശേഷം അത് പറഞ്ഞുവിടുന്ന ഒരവസ്ഥയാണ് സമര അനുകൂലിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാലയങ്ങളും സർക്കാർ ഓഫീസുകളും എല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. എന്തായാലും ഈ പണിമുടക്കിന് എല്ലാവരും സഹകരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അക്രമ സംഭവങ്ങളൊന്നും ഈ ഒരു പണിമുടക്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ചെറിയ രീതിയിലുള്ള കല്ലേറുകളൊക്കെ ഇന്നലെ നടന്നെങ്കിലും അത് പോലീസ് ഇടപെട്ട് മാറ്റുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. എന്തായാലും 3 താലൂക്കുകളിലും അത്തരത്തിലുള്ള വലിയ അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കെഎസ്ആർടിസിയുടെ 3 ഡിപ്പോകളിൽ നിന്നും ഇന്ന് സർവീസുകൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇന്നലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ചില സർവീസുകൾ നടത്തിയിരുന്നു. അത് പലയിടങ്ങളിലും സമരാനുകൂലികൾ തടയുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് യാതൊരു തരത്തിലുള്ള സർവീസുകളും നടത്തിയിട്ടില്ല. എന്തായാലും ഈ ഹർത്താൽ പണിമുടക്ക് വയനാട് ജില്ലയിൽ പൂർണ്ണമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. 48 മണിക്കൂർ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ജില്ലയിലെ മറ്റ് ടൗണുകളിലെല്ലാം വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുമ്പോഴും പുൽപ്പള്ളി ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. പോലീസ് കടകൾ തുറന്നു പ്രവർത്തിക്കാൻ സംരക്ഷണം നൽകാമെന്ന് ഉറപ്പു നൽകിയിട്ടും സമരക്കാരുടെ എതിർപ്പിനെ അവഗണിച്ച് കടകൾ തുറക്കേണ്ടെന്ന നിലപാടാണ് വ്യാപാരികൾ സ്വീകരിച്ചത്. പണിമുടക്കിന്റെ ഭാഗമായി പുൽപ്പള്ളി ടൗണിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനവും നടത്തി. മാനന്തവാടിയിൽ സംയുക്ത ട്രേഡ് യൂണിയൻ ധർണ INTUC ജില്ലാ ജനറൽ സെക്രട്ടറി TS റെജി ഉദ്ഘാടനം ചെയ്തു. CP മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. C കുഞ്ഞബ്ദുള്ള, VV ആന്റണി, ബാബു ഷജിൽകുമാർ, MP ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അവകാശങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കുകയും രാജ്യത്തെ വൻകിട കുത്തകകൾക്ക്, കോർപ്പറേറ്റുകൾക്ക് തൊഴിലാളികളെ യഥേഷ്ടം ചൂഷണം ചെയ്യുവാനും ഉപയോഗിച്ച് വലിച്ചെറിയുവാനും കഴിയുന്ന വിധത്തിൽ നിയമങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ട്, തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് തൊഴിലാളികളെ കൂടുതൽ കഷ്ടതയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനുണ്ട്. പുൽപ്പള്ളിയിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാത്തത് സംബന്ധിച്ച് ചില സംഘടനകൾ നടത്തുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുൽപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് മാത്യു മത്തായി ആതിര. പുൽപ്പള്ളിയിലെ വ്യാപാര സമൂഹത്തിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും ഒരേ നിലപാടാണ് ഉള്ളതെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റക്കെട്ടായി അരമണിക്കൂറെങ്കിലും ഹർത്താലുകൾക്കെതിരെ പ്രതിഷേധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ 3-ാം തീയതി ഞങ്ങൾ ഒത്തുകൂടി പുൽപ്പള്ളി അനശ്വര ജംഗ്ഷൻ മുതൽ ട്രാഫിക് ജംഗ്ഷൻ വരെയുള്ള കടകൾ മാത്രം പ്രതിഷേധ സൂചകമായിട്ട് തുറന്നു വെച്ചു. അപ്പോഴാവട്ടെ ആരെങ്കിലും വന്ന് അടയ്ക്കാൻ ഞങ്ങൾ പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറായിരുന്നു. അന്നുണ്ടായ സംഭവം എന്ന് പറയുന്നത് അടയ്ക്കാൻ ഒരാളുമെന്ന് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, പ്രകടനം വന്നപ്പോൾ അപ്പം തന്നെ കല്ലെറിഞ്ഞ് തകർക്കുകയുണ്ടായി. അതെല്ലാം ദൃശ്യമാധ്യമങ്ങളെല്ലാം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നടക്കുന്ന ദേശീയ പണിമുടക്കിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നിലപാടുകളിൽ മാറ്റമില്ല. ഞങ്ങളുടെ ആളുകളുടെ സ്ഥാപനങ്ങളിൽ വരുന്ന നാശനഷ്ടങ്ങൾ കൊണ്ട് വ്യാപാരികളുടെ ഉള്ളിൽ ഭയപ്പാടോടുകൂടിയാണ് ഇരിക്കുന്നത്. മുഴുവൻ ആളുകളും തുറക്കാൻ നിർബന്ധിച്ചിട്ടും പല ആളുകളും തുറക്കാൻ തയ്യാറാവുന്നില്ല. ഒന്ന്, നമ്മളെല്ലാം പരസ്പരം കാണുന്ന ആളുകൾ. ഞങ്ങളിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കൂടെ BJP അനുഭാവികളുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളുണ്ട്, കോൺഗ്രസിൻ്റെ അനുഭാവികളുണ്ട്, ലീഗിൻ്റെ അനുഭാവികളുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഉൾക്കൊണ്ടുള്ള ഒരു പ്രസ്ഥാനമാണ് വ്യാപാരി വ്യവസായം. മറ്റു വാർത്തകളിലേക്ക്.
തലപ്പുഴ തവിഞ്ഞാൽ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാറിന്റെ ആത്മഹത്യ ബാങ്ക് ജീവനക്കാരൻ അറസ്റ്റിൽ. വെൺമണി കുറ്റിമാക്കൽ സുനീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. അതേസമയം പ്രതിപട്ടികയിലെ മുൻ ബാങ്ക് പ്രസിഡന്റും മുൻ CPM ഏരിയ കമ്മിറ്റി അംഗവുമായ P. വാസുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വാദം കേട്ടെങ്കിലും കേസ് വിധി പറയാൻ മാറ്റിവെച്ചതായും സൂചനയുണ്ട്. ഏറെ വിവാദത്തിലായതും CPMനെ ഏറെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്ത കേസായിരുന്നു CPM തവിഞ്ഞാൽ ബ്രാഞ്ച് മെമ്പറും തലപ്പുഴ തവിഞ്ഞാൽ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനുമായ അനിൽകുമാറിന്റെ ആത്മഹത്യ. 2018 ഡിസംബർ 1 അനിൽകുമാർ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. തന്റെ രക്തം കൊണ്ട് കയ്യൊപ്പിട്ട ആത്മഹത്യാക്കുറിപ്പും അനിൽകുമാർ എഴുതിവച്ചിരുന്നു. ബാങ്ക് പ്രസിഡന്റ് വാസുവും സെക്രട്ടറി നസീമയുടെയും പീഡനം മൂലമാണ് താൻ ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു കുറിപ്പിൽ എഴുതിയിരുന്നത്. ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് കൈമാറാതെ നേരിട്ട് കോടതിയിൽ ബന്ധുക്കൾ ഹാജരാക്കുകയായിരുന്നു. തുടർന്ന് കത്ത് കോടതി പോലീസിന് കൈമാറി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തലപ്പുഴ പോലീസ് P. വാസുവിന്റെയും നസീമയുടെയും പേരിൽ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി കേസെടുക്കുകയായിരുന്നു. കേസെടുത്തതിനെ തുടർന്ന് ഇരുവരും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയും ചെയ്തു. വാസുവിന്റെ കേസിൽ ഹൈക്കോടതി വാദം കേൾക്കുകയും വിധി പറയുന്നത് മാറ്റിവെക്കുകയും ചെയ്തു എന്നാണ് ലഭിക്കുന്ന സൂചന. മരണത്തിൽ പ്രതിഷേധിച്ച ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ നടത്തുകയും വരും ദിവസം അനിൽകുമാറിന്റെ ഭാര്യ തലപ്പുഴ പോലീസ് സ്റ്റേഷന് മുൻപിൽ അനിശ്ചിതകാല സമരം ഉൾപ്പെടെ നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും കൂടി ചെയ്ത സാഹചര്യത്തിലാണ് തലപ്പുഴ പോലീസ് ബാങ്ക് ജീവനക്കാരനായ സുനീഷിനെ കസ്റ്റഡിയിലെടുത്തതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ സുനീഷിനെ റിമാൻഡ് ചെയ്യുകയും ഇയാൾ മഞ്ഞപ്പിത്ത രോഗബാധിതനായതിനാൽ പോലീസ് കസ്റ്റഡിയിൽ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. തവിഞ്ഞാൽ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്ന അനിൽകുമാറിന്റെ കുടുംബത്തെ ഉപയോഗിച്ച് കോൺഗ്രസും കർമ്മസമിതിയും നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്പത്തരമെന്ന് CPM മാനന്തവാടി ഏരിയ കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അനിൽകുമാറിന്റെ ദൗർഭാഗ്യകരമായ മരണത്തെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണ്. കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന ആഗ്രഹത്തോടെയല്ല ഇവരുടെ പ്രവർത്തനം. കുറ്റക്കാരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണോ എന്നും സംശയിക്കണമെന്നും ഇവർ പറഞ്ഞു. പീഡനത്തിനിരയായ കുട്ടിയുടെ പിതാവിൽ നിന്നും പോലീസിന് കൈക്കൂലി നൽകാനെന്ന പേരിൽ പണം തട്ടിയ സംഭവത്തിൽ 3 പേർക്കെതിരെ കേസെടുത്തു. കേസെടുത്തത് പിലാക്കാവ് സ്വദേശികൾക്കെതിരെ. കോൺഗ്രസ് പ്രവർത്തകനായ വട്ടപ്പറമ്പിൽ ഹമീദ്, പിലാക്കാവ് സ്വദേശികളായ സക്കീർ, റഫീഖ് എന്നിവർക്കെതിരെയാണ് മാനന്തവാടി പോലീസ് കേസെടുത്തത്. 24,000 രൂപ സക്കീർ, റഫീഖ് തുടങ്ങിയ ആളുകൾ വഴി ഹമീദിന് എത്തിച്ചു കൊടുത്തതായും എന്നാൽ അത് പോരാ, മുഴുവൻ പൈസയും വേണമെന്ന് ഹമീദ് പറഞ്ഞതായും പരാതിയിൽ പറയുന്നു. അവര് പറഞ്ഞത് എന്നെ ഇവിടുന്ന് ആഗസ്റ്റ് 4 രാത്രി എന്നെ റഫീഖ് കൂട്ടിക്കൊണ്ടുപോയി ഹമീദ് വിളിക്കുന്നുണ്ട് പറഞ്ഞിട്ട്. പിന്നെ അവിടെ ചെന്ന് ഹമീദിന്റെ റൂമിലേക്ക് കയറ്റി ഇവര് 3 ആളും കൂടി വാതിലടച്ചിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞ് ഈ റഹീമിന്റെ കേസ് ഒന്ന് ചൂടാകണമെങ്കിൽ പിന്നെ പൈസ കൊടുക്കണം CIക്ക്, SIക്ക്, പിന്നെ പോലീസിന്. കൈമറിച്ചങ്ങനെ പിന്നെ കേസ് ചൂടാവുള്ളൂ. അതുകൊണ്ട് പിന്നെ പൈസ 30,000 രൂപ അർജന്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പൈസ 5 ഞായറാഴ്ച രാവിലെ എന്റെ അടുത്ത് സക്കീർ 7,000 രൂപ വായ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പെണ്ണിന്റെ ആവശ്യത്തിന് 2,000 മുട്ടായി കൊടുക്കാനും 5,000 നിശ്ചയത്തിനും. അത് കഴിഞ്ഞ് പിന്നെ എന്റെ അടുത്ത് പൈസ ഇല്ല. അപ്പൊ പൂള പറിക്കാൻ ഇവര് രാവിലെ വന്ന് പൂള പറിച്ച് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് പൈസ ഇല്ല ഹമീദെ, അതുകൊണ്ട് 24 രൂപ അവിടെ എണ്ണി കൊടുക്കുക ഉണ്ടാവും, അത് ഞാൻ തരാം, ബാക്കി സക്കീറിനോട് 6,000 കൂട്ടിയിട്ട് തരാൻ പറയുന്നു പറഞ്ഞു. അങ്ങനെ ഓൻ കൊടുത്തത് 30,000 അവർക്ക് കൊടുത്തിരുന്നു ഇവര്. അതാണ് സംഭവം ഉണ്ടായത്. പിന്നെ എന്റെ അടുത്ത് രണ്ടാമത് 10,000 വേണമെന്ന് പറഞ്ഞ് ചോദിച്ച് അത് എന്റെ മകൻ തടുത്ത് എന്താണ് ഏതാണെന്ന് അറിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അതില് ഞാൻ അവിടെ വേക്കോട്ടടിച്ച് ഞാൻ ഒരു തർക്കായി. അതിൽ തള്ള പോയിട്ട് അവരോട് പറഞ്ഞ് ഇതാണ് പോലെ സംഭവം, റഫീഖ് ഇവിടുന്ന് ഉപ്പാനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പൈസ ഹമീദിന് കൊടുപ്പിച്ചതിന് ഒരു 3 ആളും കൂടി പൈസ വാങ്ങിയതാണ്, അതാണ് ഉപ്പാക്ക് ദേഷ്യം എന്ന് പറഞ്ഞു. അതിലാണ് CIക്ക് ബഷീർ വിളിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത് സ്ട്രോങ് ആയത് കേസ്. ബന്ദിപ്പൂർ മേൽപ്പാത നിർദ്ദേശം വനം മന്ത്രാലയം തള്ളി. കേരള കർണാടക അതിർത്തിയിൽ ബന്ദിപ്പൂർ വഴിയുള്ള രാത്രിയാത്രാ നിരോധനം നീക്കാനായി വനത്തിലൂടെ മേൽപ്പാത നിർമ്മിക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തള്ളിയത്. വനമന്ത്രാലയത്തോടൊപ്പം കർണാടക സർക്കാരും ഈ നിർദ്ദേശത്തെ എതിർക്കുകയാണെന്ന് വനം പരിസ്ഥിതി സഹമന്ത്രി ഡോക്ടർ മഹേഷ് ശർമ്മ രാജ്യസഭയിൽ അറിയിച്ചു. MP വീരേന്ദ്രകുമാറിന്റെ ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയത്.
കടുവ സങ്കേതം വഴിയുള്ള രാത്രിയാത്ര വന്യമൃഗങ്ങൾക്ക് ഹാനികരമാവുമെന്ന നിലപാടാണ് വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും കർണാടക സർക്കാരിനുമുള്ളത്. മേൽപ്പാത നിർമ്മിക്കാനുള്ള ഗതാഗത മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ കർണാടക സുപ്രീം കോടതിയിൽ എതിർത്തിട്ടുണ്ട്. വിഷയത്തിൽ കോടതി അന്തിമ ഉത്തരവ് പ്രഖ്യാപിച്ചിട്ടില്ല. ബന്ദിപ്പൂർ വഴി പാതയ്ക്ക് പകരം തിത്തിമട്ടി ഗോണിക്കുപ്പ കുട്ട വഴിയുള്ള ബദൽപാത ശക്തിപ്പെടുത്തണമെന്ന നിർദ്ദേശം വനം മന്ത്രാലയം മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നും മന്ത്രി മഹേഷ് ശർമ്മ വ്യക്തമാക്കി. ഇതോടെ ബന്ദിപ്പൂർ മേഖലയിലെ രാത്രിയാത്രാ നിരോധനം കൂടുതൽ കർശനമായ വ്യവസ്ഥകളിലേക്ക് മാറുമെന്ന് ഉറപ്പായി. ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ. തരുവണ കാഞ്ഞിരങ്ങാട് റോഡ് നിർമ്മാണ പ്രവൃത്തികൾ വൈകുന്നതിൽ വ്യാപക പ്രതിഷേധം. നാട്ടുകാർ സമരത്തിലേക്ക്. PWD ഓഫീസ് ഉപരോധമടക്കമുള്ള സമരത്തിനൊരുങ്ങി ആക്ഷൻ കമ്മിറ്റി. റോഡ് പണി തുടങ്ങി 1 വർഷത്തിന് മുകളിലായിട്ടും പണി പൂർത്തീകരിക്കാത്ത കരാറുകാരനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. PWD ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ റോഡ് പണി വൈകിപ്പിക്കുക ആണെന്ന പരാതിയാണ് ഇപ്പോൾ നാട്ടുകാർക്ക്. തരുവണ മുതൽ 9-ാം മൈൽ വരെ 1-ാം ഘട്ട റോഡ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുശേഷമുള്ള കാഞ്ഞിരങ്ങാട് വരെയുള്ള ഭാഗം ആകെ തകർന്ന അവസ്ഥയിലാണ്. പൊടിശല്യം കാരണം ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് നാട്ടുകാരും പരിസരവാസികളും. കരാറുകാരനെതിരെ ഇന്നലെ ജനകീയ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. സാബു പി ആന്റണിയെ കൺവീനറായും ബാവ മാസ്റ്ററെ ചെയർമാനായും തെരഞ്ഞെടുത്തു. ഈ ജനകീയ കമ്മിറ്റിയാണ് ഇനി ഇത്തരം പ്രക്ഷോഭ സമരങ്ങൾ നയിക്കുക. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളമുണ്ട തൊണ്ടർനാട് പഞ്ചായത്തിലെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഉപരോധമടക്കമുള്ള ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് ആക്ഷൻ കമ്മിറ്റി. രാവിലെ മുതൽ കാഞ്ഞിരങ്ങാട് കവലയിൽ കാഞ്ഞിരങ്ങാട് ടൗണിൽ റോഡ് ഉപരോധിക്കണം. എങ്ങനെ ഉപരോധിക്കണം? അവിടെ വരുന്ന മുഴുവൻ ബസ്സുകാർക്കും തൊഴിലാളികൾക്കും യാത്രക്കാർക്കും കഞ്ഞി മുതൽ എല്ലാ ഭക്ഷണങ്ങളും നൽകിക്കൊണ്ട് അവിടെ വരുന്ന മുഴുവൻ ആൾക്കാർക്കും എന്താവശ്യമുണ്ടോ അത് നിർവഹിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ PWDന്റെ ഒരു ഉദ്യോഗസ്ഥൻ വന്നാലും ഈ റോഡ് പണി തീരൂല. മറിച്ച് കലക്ടറോ സബ് കളക്ടറോ ആര് വന്ന് നമ്മൾക്ക് ഉറപ്പ് തരുന്നത് വരെ അവിടെ സമരം നടത്തണം. ഇന്നലെ നടന്ന ആക്ഷൻ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ 100 കണക്കിന് നാട്ടുകാരാണ് പങ്കെടുത്തത്. വിജിത്ത്, വയനാട് വിഷൻ, വെള്ളമുണ്ട. വള്ളുവാടിയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കൊമ്പനെ തുരത്താനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് വൈൽഡ് ലൈഫ് വാർഡന്റെ താൽക്കാലിക ചുമതലയുള്ള അജിത് കെ രാമൻ. കാട്ടാന കൃഷി നശിപ്പിച്ച കർഷകരുടെ കൃഷിഭൂമി സന്ദർശിച്ചതിന് ശേഷം കർഷകരും ജനപ്രതിനിധികളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ചർച്ചയിലാണ് ഇദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി വള്ളുവാടി പ്രദേശങ്ങളിൽ ഭീതി പടർത്തി കാർഷിക വിളകൾ നശിപ്പിക്കുന്ന മുട്ടിക്കൊമ്പനെ തുരത്തിയോടിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി വൈൽഡ് ലൈഫ് വാർഡിന്റെ ചുമതലയുള്ള അജിത് കെ രാമൻ പറഞ്ഞു. കാർഷിക വിളകൾ നശിച്ച കൃഷിയിടങ്ങൾ സന്ദർശിച്ചതിനു ശേഷം ജനപ്രതിനിധികളും കർഷകരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് DFO തീരുമാനങ്ങൾ അറിയിച്ചത്. ആനകൾ ഇറങ്ങുന്ന കടവുകൾക്ക് സമീപം നിലവിലുള്ള വാച്ചർമാരെ കൂടാതെ കൂടുതൽ പേരെ പുനർവിന്യസിക്കും. കൂടാതെ 24 മണിക്കൂറും വനപാലകർ പട്രോളിംഗ് നടത്തും. താത്തൂർ സെക്ഷൻ ഫോറസ്റ്റും വടക്കനാട് സെക്ഷൻ ഫോറസ്റ്റും ബത്തേരി റേഞ്ചിലെ ഉദ്യോഗസ്ഥരും ഈ ഉദ്യമത്തിൽ പങ്കാളികളാകുമെന്നും അതിനുള്ള നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് നിലവിൽ ഈ മുട്ടിക്കൊമ്പൻ, അതായത് വള്ളുവാടി കൊമ്പൻ എന്നറിയപ്പെടുന്ന മുട്ടിക്കൊമ്പൻ, പിന്നെ അതിൻ്റെ കൂടെ ഒരു ചില്ലിക്കൊമ്പനുണ്ട്. അപ്പോൾ ഇത് ഇറങ്ങുന്ന പോയിന്റ്സ്, കടവുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു 4-5 കടവുകളിലൂടെയാണ് ഇത് വനപ്രദേശത്ത് നിന്നും കൃഷി സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്നത്. അവിടെ സത്വരമായിട്ട് നിലവിലുള്ള വാച്ചർമാരെ പുനർവിന്യസിച്ചുകൊണ്ട് പ്രതിരോധ മാർഗം അവർക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചവും പടക്കവും നൽകുന്നത്. കൂടാതെ 24 മണിക്കൂറും നമ്മുടെ ജാഗ്രത, വനപാലകരുടെ ജാഗ്രത ഉണ്ടാവുന്നതാണ്. അതിന് പ്രത്യേകമായിട്ടും ഈ താത്തൂർ സെക്ഷൻ ഫോറസ്റ്റും വടക്കനാട് സെക്ഷൻ ഫോറസ്റ്റും പിന്നെ ബത്തേരി റേഞ്ചിലെ ഉദ്യോഗസ്ഥരും സംയോജിതമായിട്ടുള്ള ഒരു കർമ്മം ചെയ്യുന്നതാണ്. DFO ചുമതലയുള്ള അജിത് കെ രാമൻ, ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് VD ശ്രീകുമാർ, ബത്തേരി ബ്ലോക്ക് മെമ്പർ AK കുമാരൻ, നൂൽപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് K ശോഭൻകുമാർ, കർഷക സംഘം ജില്ലാ സെക്രട്ടറി K ശശാങ്കൻ, TK ശ്രീജൻ, ഫാദർ വർഗീസ് മൺറുത്ത് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് ആനയെ തുരുത്താനാണ് ഇപ്പോഴുള്ള തീരുമാനം. ജയരാജ്, വയനാട് വിഷൻ, ബത്തേരി. പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ രൂക്ഷമാകുന്ന ജില്ലയിൽ മരമുറി വ്യാപകമാകുന്നു. ചെറിയ മരങ്ങളടക്കം മുറിച്ചു മാറ്റുന്നത് തടയാൻ ബോധവൽക്കരണം നടത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. കാർഷിക വിളകളുടെ വിലത്തകർച്ച കർഷകർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തെ അതിജീവിക്കാനാണ് കർഷകർ മരം വിൽക്കാൻ തയ്യാറാകുന്നത്. ഇത് കാർഷിക മേഖലയ്ക്ക് വീണ്ടും പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത്. വയനാടിൻ്റെ ഓരോ വേനൽക്കാലവും ചൂടിൻ്റെ കാഠിന്യം ഏറി വരികയാണ്.
വിലത്തകർച്ചയും വിളത്തകർച്ചയും കൊണ്ട് ദുരിതത്തിലായ കർഷകർ നിലനിൽപ്പിനായി മരങ്ങൾ മുറിച്ചു വിൽക്കുന്നതെങ്കിലും ഇതിൻ്റെ പ്രത്യാഘാതങ്ങളും ആദ്യം കാർഷിക മേഖലയെ തന്നെയാണ് ബാധിക്കുക. പാതയോരങ്ങളിൽ മുറിച്ചിട്ട മരങ്ങൾ യാത്രക്കാർക്കും ദുരിതമാവുകയാണ്. ശക്തമായ ബോധവൽക്കരണവും കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികളും ഉണ്ടായില്ലെങ്കിൽ കർഷകരും പരിസ്ഥിതിയും വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഏറ്റവും അധികം വിഷമത അനുഭവിച്ച ഒരു ജനതയാണ് വയനാടൻ ജനത. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള വൻതോതിലുള്ള മരമുറി നമ്മൾ വ്യാപകമായി കാണുന്നുണ്ട്. ഈ മരം റോഡിലും മറ്റും മുറിച്ചിട്ടത് നമുക്ക് കാണാനാവുന്നുണ്ട്. ഇത്തരം സ്ഥിതിവിശേഷം കാലാവസ്ഥ വ്യതിയാനത്തിനും നമ്മുടെ പ്രകൃതിയെ തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമായേക്കും. ഈ സ്ഥിതിവിശേഷത്തെ നേരിടുന്നതിന് ജനങ്ങളെ ബോധവൽക്കരാക്കുന്നതിനും അതുപോലെ ഇത്തരം നടപടികൾ ആക്കം കുറയ്ക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകണമെന്നാണ് തോന്നുന്നത്. വയനാട് വിഷൻ, ചീരാൽ. റോഡ് നിർമ്മാണത്തിനായി മുറിച്ചിട്ട മരങ്ങൾ റോഡിൽ നിന്നും മാറ്റാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. തരുവണ മുതൽ കാഞ്ഞിരങ്ങാട് വരെ വലുതും ചെറുതുമായ 100 കണക്കിന് മരങ്ങളാണ് റോഡിൽ കിടക്കുന്നത്. നിരവധി തവണ നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഇതുവരെയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. അന്തർ സംസ്ഥാന പാതയായ ഈ റൂട്ടിൽ രാത്രികാലങ്ങളിൽ 100 കണക്കിന് വാഹനങ്ങളാണ് സഞ്ചരിക്കുന്നത്. എത്രയും വേഗം മരങ്ങൾ മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുട്ടികൾക്കെല്ലാം ഇങ്ങനെ പോകുമ്പം ബസ് ലോറികളിങ്ങനെ വരുമ്പോൾ മാറാൻ വേണ്ടി സ്ഥലമില്ലല്ലോ. ഈ മരം ഇങ്ങനെ എത്തിച്ചിട്ട് മാറ്റാൻ കുറേ വട്ടം പറഞ്ഞു, അപ്പോൾ ഒന്നും മാറ്റുന്നില്ല. വള്ളുവാടി പ്രദേശങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇറങ്ങിയ കാട്ടാന നിരവധി കർഷകരുടെ കാർഷിക വിളകളാണ് നശിപ്പിച്ചത്. കാട്ടാനശല്യത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് കർഷകർ. വടക്കനാട് കൊമ്പനൊപ്പം തൊട്ടടുത്ത വള്ളുവാടിയിലും കാട്ടാന ഇറങ്ങിയത് പ്രദേശവാസികളെ ഭീതിയിലാക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി കർഷകരുടെ കൃഷിയിടത്തിലിറങ്ങിയ കൊമ്പൻ നിരവധി കാർഷിക വിളകളാണ് നശിപ്പിച്ചത്. വള്ളുവാടി ഐനാട്ട് ജോർജിന്റെ 25 വർഷത്തിലേറെ പഴക്കമുള്ള 7 തെങ്ങും പുന്നക്കോട്ടിൽ മേരിയുടെ 5 തെങ്ങുകളും കൊല്ലിവയൽ മത്തായിയുടെ 6 തെങ്ങുകളുമാണ് കഴിഞ്ഞ ദിവസം കാട്ടാന നശിപ്പിച്ചത്. വന്യമൃഗശല്യം രൂക്ഷമായതിനാൽ ഈ പ്രദേശങ്ങളിൽ കഴിയാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കർഷകർ പറയുന്നു. 3-4 ദിവസം കൊണ്ട് ഇപ്പോൾ ആന സ്ഥിരം ഇവിടെ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 18 തെങ്ങോളം ഇന്നലെ രാത്രി തന്നെ ഇവിടെ കളഞ്ഞു. ഭയങ്കര ശല്യമാണ്. കാപ്പി, കഴുങ്ങ്, വാഴ, ജീവന് തന്നെ ജീവനും സ്വത്തിനും ഭീഷണി ഞങ്ങൾക്കാണ്. ഇവിടെ ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ കഴിയുന്നത്. ഇവിടെ മൊത്തത്തിൽ ഈ ആനശല്യം ഭയങ്കര രൂക്ഷമാണ്. ഇവിടെ ജനങ്ങൾ പിള്ളേർ 7 മണി കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇവിടെ. അത്രയ്ക്കും ഭയാനകമായിട്ടുള്ളൊരു അന്തരീക്ഷം. അതിൻ്റെ ഇടയ്ക്ക് കാട്ടുപന്നി ശല്യം, അതങ്ങനെ കുരങ്ങ് ശല്യം, അങ്ങനെ ജീവനും സ്വത്തിനും വളരെയധികം ഭീഷണിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം 18ഓളം തെങ്ങുകൾ നശിപ്പിച്ച കൊമ്പൻ അതിനു മുന്നിലെ ദിവസങ്ങളിലായി കർഷകരുടെ നിരവധി വാഴയും കവുങ്ങും നശിപ്പിച്ചിരുന്നു. ഭയം മൂലം വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. വയനാട് വിഷൻ, ബത്തേരി. കൽപ്പറ്റ പെരുന്തട്ടയിൽ പെരുമ്പാമ്പിനെ പിടികൂടി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടെയാണ് പെരുന്തട്ട താമരക്കൊല്ലി സഹദേവന്റെ വീട്ടിൽ നിന്നും ആടിനെ വിഴുങ്ങിയ നിലയിൽ പെരുമ്പാമ്പിനെ കണ്ടത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. വീടിന് മുന്നിൽ അടുക്കി വെച്ച വൈക്കോൽ കത്തി നശിച്ചു. ചേളൂർ മുട്ടോട്ട് തെക്കേതിൽ ബാബുവിന്റെ 600-ൽ പരം കച്ചിയാണ് കത്തി നശിച്ചത്. വൈകുന്നേരം 5:30ഓടെയാണ് സംഭവം. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ബാബുവിന്റെ വീടിന്റെ മുന്നിലുള്ള തൊഴുത്തിന് സമീപം പുകയുയരുന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. തീർത്ഥാടന കേന്ദ്രമായ മുളൻകൊല്ലി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാൾ മഹോത്സവം ഈ മാസം 10 മുതൽ 15 വരെ വിപുലമായ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുളൻകൊല്ലി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാൾ മഹോത്സവം ഈ വർഷവും വിവിധ പരിപാടികളോടുകൂടി ആരംഭിക്കുകയാണ്. നാളെ 4 മണിക്ക് പതാക ഉയർത്തുന്നതോടു കൂടിയിട്ട് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. തുടർന്ന് ആഘോഷമായ ദിവ്യബലി ഉണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ 13, 14, 15 ആണ്. 13-ാം തീയതി ആഘോഷമായ കുർബാനയും അത് കഴിഞ്ഞിട്ട് പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം, ജവികാരുണ്യ പ്രദക്ഷിണം ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ മാനവ് സംഗ്രഹാലയയുടെ ആഭിമുഖ്യത്തിൽ 2 ദിവസമായി നടന്നിരുന്ന സാംസ്കാരിക സംഗീത നൃത്തോത്സവം താളൂർ നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ സമാപിച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത നൃത്തരൂപങ്ങളുടെയും പാരമ്പര്യ കലകളുടെയും പ്രകടനമാണ് മേളയിൽ അരങ്ങേറിയത്.
കുറുമ്പാലക്കോട്ടയിലെ അനധികൃത വികസന പ്രവർത്തനവും കയ്യേറ്റവും അവസാനിപ്പിക്കണമെന്ന കുറുമ്പാലക്കോട്ട സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കുറുമ്പാലക്കോട്ട മലയിൽ യന്ത്രവൽകൃത വികസനം കൊണ്ടുവരുന്നത് പ്രകൃതിക്ക് ഭീഷണിയാകുമെന്നും പനമരം ഗ്രാമപഞ്ചായത്തിലെ ചിലർ ഭരണസാമീപ്യം ഉപയോഗിച്ച ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെ കുറുമ്പാലക്കോട്ട മല ഏറ്റെടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണെന്നും ഇവർ പറഞ്ഞു. അടിയന്തരമായി ടൂറിസം അതോറിറ്റി ഇടപെട്ട് നടപടികൾ ത്വരിതപ്പെടുത്തി കുറുമ്പാലക്കോട്ട സംരക്ഷിക്കണമെന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഏകദേശം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിക്കൊണ്ട് ഇരിക്കുന്നതാണ് കുറുമ്പാലക്കോട്ട മല. അതിൽ ഏകദേശം ഇപ്പോൾ ഒരു 8,000-9,000 ടൂറിസ്റ്റുകൾ ഡെയിലി അവിടെ വന്ന് വന്നവർ തന്നെ വീണ്ടും വന്ന് അത്ര ഒരു ഇതായിട്ടാണ് അവിടെ കാണുന്നത്. അങ്ങനെ നിൽക്കുന്ന ഈ പാരിസ്ഥിതി പ്രശ്നം വളരെ ഏറെ അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കുറുമ്പാലക്കോട്ട. ഭൂമിക്കടിയിൽ നിന്നും പത നുരഞ്ഞു പൊങ്ങുന്നത് ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതോടൊപ്പം ആശങ്കയും ഉളവാക്കുന്നു. മേപ്പാടി താഴെയാരപ്പറ്റ ഹാരിസൺ തേയില എസ്റ്റേറ്റിലെ 5 ഏക്കർ എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് കുടിവെള്ളക്കിണറിന് സമീപം ഇന്നലെ രാത്രിയിൽ പത പൊങ്ങുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് ഇതിന്റെ ശക്തി കൂടി വരികയും പതയുടെ അളവിൽ ഗണ്യമായ വ്യത്യാസം അനുഭവപ്പെടുകയും ചെയ്തു. എന്നാൽ സോപ്പ് ഓയിൽ വെള്ളവുമായി കലർന്നുണ്ടായ പ്രതിഭാസമാണിതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്.